മൈത്രേയൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. പഞ്ചായത്തിൽ ഒരു ദിനം. മൈത്രേയൻ കൂടെ പോൾസൺ റാഫേലും. പോൾസൺ ചേട്ടൻ്റെ കൂടെ മൈത്രേയനും കൂടി നടത്തുന്ന ഈ പ്രോഗ്രാം എനിക്കത് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നു. എന്താണ് ഈ പ്രോഗ്രാം? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു 40 വർഷത്തെ പൊതു പ്രവർത്തനം ചെയ്തിട്ട് ഉണ്ടായ ഒരു ഐഡിയ ആണ് ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നത്. മനസ്സിലാക്കലുണ്ട് ഈ ലോകത്തിനെ പറ്റിയും ഈ ജനാധിപത്യ വ്യവസ്ഥിതിയെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റിനാണ്. ഞാൻ ഈ ജനാധിപത്യം എന്ന് പറയുന്നതിനകത്ത് ആധിപത്യം കൂടെ ആവശ്യമില്ല എന്നുള്ള ഇത് ആരോ ആരുടെയും മേളിൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കുന്ന യുക്തികളിലാണ് മനുഷ്യരെന്നും കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡെമോക്രസിക്ക് ജനാധിപത്യം എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ അത് ജനകീയം അല്ലെങ്കിൽ ജനായത്വം എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ അതിനെ ഒന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പൊ ജനകീയം എന്നുള്ള വാക്കാണ് കുറെ കൂടെ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സിസ്റ്റത്തിന് ചേരുന്നത്, ചേരുന്ന ഒരു മലയാള പദം അതാണ്. അപ്പം അതൊക്കെ എന്താണ് ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല്, ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കാരിയേഴ്സായിട്ട്, അതിൻ്റെ വാഹകരായ ആളുകൾ മാറേണ്ടതുണ്ട്. അപ്പം ആ ആളുകൾ മാറുക എന്ന് പറയുന്നതിന് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസത്തിലൂടെ ഭരണഘടനാപരമായിട്ടുള്ള മൊറാലിറ്റി, നമ്മൾ ഭരണഘടനാപരമായിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം, മൂല്യബോധം മനുഷ്യർക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം നേരത്തെ എത്രയോ തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ മൂല്യബോധങ്ങളെ പറ്റി പറയുന്ന സകല മതങ്ങളും മൂല്യബോധം ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ന് ഇങ്ങനെ പഠിപ്പിക്കും. മനുഷ്യർ തമ്മിലുള്ള മൊറാലിറ്റി എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് അത് എത്തിക്സ് ഇതെല്ലാം മതം പഠിപ്പിച്ചാണ് ഉണ്ടാകുന്നത് എന്നുള്ള നിലവാരത്തിലാണ് കാണുന്നത്. അത് മതം പഠിപ്പിച്ചുണ്ടാക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ നിലപാടില്ല, അത് ഉണ്ട്. പക്ഷെ ആ മതം പഠിപ്പിച്ചുണ്ടാക്കുമ്പോൾ അത് മേല് കീഴുള്ള ഒരു ബോധമാണ്, ഉച്ചനീചത്വമുള്ള മൂല്യബോധമാണ് എല്ലാ മതങ്ങളിലും പഠിപ്പിക്കുന്നത്. സ്നേഹത്തിനെ പറ്റിയൊക്കെ അവർ പറയും, കരുണയെ പറ്റി പറയും, അതേപോലെ അനുകമ്പയെ പറ്റി പറയും. പക്ഷെ ഇതെല്ലാം മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒഴുകുന്ന ഒരു സങ്കല്പനമാണ്. ബഹുമാനം മേപ്പോട്ട് ഒഴുകുന്ന, താഴോട്ട് പുച്ഛമാണ് ഒഴുകുന്നത്. അപ്പൊ ഈ അനുഗ്രഹിക്കുന്നതായാലും ശരി, അനുകമ്പയായാലും ശരി, കരുണയായാലും ശരി, ദയായാലും ശരി, ഇതിനെല്ലാം ഉയർന്ന് നിൽക്കുന്നിടത്തുനിന്ന് താഴോട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ മൂല്യബോധങ്ങൾ നിൽക്കുന്നത്. അത് സമൂഹത്തിനകത്ത് അടിമകളെ പിടിച്ചുകൊണ്ടുവന്ന് അടിയാളരും പിൽക്കാലത്ത് പ്രജകളുമാക്കി മാറ്റുന്ന പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ മൂല്യബോധം രൂപപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഗുരുക്കന്മാരെ പറ്റി പറയും, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, ഗുരുക്കന്മാരായിരിക്കുന്നവരുടെ ഈ കരുണയിൽ, അനുഗ്രഹത്തിൽ, അവരുടെ അറിവിൽ ഒക്കെ നമ്മൾ നിൽക്കുന്നതായിട്ടാണ്. അതിനകത്ത് എന്ന് പറഞ്ഞാൽ അമർന്ന്, ആഴ്ന്ന്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പം ആ മൂല്യബോധത്തിൽ നിന്ന് ഭിന്നമായിട്ടാണ് നമ്മൾ ഈ ജനാധിപത്യം അല്ലെങ്കിൽ ജനകീയം എന്ന് പറയുന്ന സങ്കല്പനം ലോകത്തുണ്ടായിട്ടുള്ളത്. അവിടെ പ്രധാനമായിട്ടുള്ള സാഹോദര്യമാണ്. ആ സാഹോദര്യത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തണമെങ്കിൽ അത് സമത്വപരമാണ്. അപ്പം സാഹോദര്യത്തിനും സമത്വത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലാതെ മേലുകീഴുള്ളതല്ല. അപ്പം സാഹോദര്യം ഉള്ളിടത്തും സമത്വം ഉള്ളിടത്തും ആളുകൾ തമ്മിൽ സഹകരിക്കുക എന്ന് പറയുന്നതാണ്. തുല്യത എന്ന് പറയുന്ന ഈ മൂല്യബോധത്തിനെയാണ് നമ്മൾ ജനകീയമായ ഒരു ഫ്രെയിംവർക്ക്, രൂപപ്പെടുത്താനുള്ള
അതിന് ഫ്രെയിംവർക്കിന് ഒരു മലയാളം ഞാൻ ഓർത്തിട്ട് വലിയ സംസ്കൃത വാക്കുകളേ ഉള്ളു. മലയാളം ഒരു ചട്ടക്കൂട് എന്നാണ് നമ്മളതിന് സാധാരണ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ചട്ടക്കൂടിനകത്ത് എങ്ങനെയാണ് ഈ സഹകരണത്തിൻ്റെതായ സഹകരണം സാധ്യമാക്കുന്ന സ്ഥാപനങ്ങൾ ആവശ്യമാണ്. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അപ്പോ 1950 ജനുവരി 26 രേഖപ്പെടുത്തിയ ഒരു ഭരണഘടന നമുക്കുണ്ട്. അത് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് സ്വാതന്ത്ര്യം കിട്ടി. 47 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ പറയുമ്പോഴും ഒരു ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടില്ലാതാണ് അന്ന് അത് സംഭവിച്ചത്. പക്ഷെ ജനുവരി 26 ശേഷം അങ്ങനല്ല, ചട്ടക്കൂടുണ്ട്. അപ്പൊ ഈ ചട്ടക്കൂടിനകത്ത് 26 ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ജനുവരി 26 ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 27 തൊട്ട് ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള പ്രവർത്തനവും നമ്മൾ ഈ പറയുന്ന അതിന്റെ കൊട്ടേഷനകത്ത് തന്നെ പറയണം, ഭരണ സംവിധാനങ്ങളിനകത്ത് അതിനകത്ത് നമുക്ക് ജനകീയമായ ഒരു ചട്ടക്കൂടിനകത്ത് സേവനമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ഒരു പഞ്ചായത്തിലല്ല, വില്ലേജ് ഓഫീസിലോ തഹസീൽദാരുടെ ഓഫീസിലോ കളക്ടറേറ്റിലോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ സെക്രട്ടേറിയറ്റിലോ പോയാൽ ഈ വന്നിരിക്കുന്ന ആള് ഇന്ന് തൊട്ട് പൗരനാണ്, അല്ലാതെ പ്രജയല്ല എന്ന് ആരെങ്കിലും നമ്മൾ ഈ പറയുന്ന ഇന്ത്യയുടെ ഏതെങ്കിലും കോണിൽ ഇരുന്ന് അനുഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇന്നലെ എങ്ങനെയാണോ ചെയ്തിരുന്നത് പോലെ തന്നെ പിന്നെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ 75 വർഷമായിട്ടും ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യക്കാരായ ഭരണാധികാരികളെ അവിടെ ഇരുന്ന് ബ്രിട്ടീഷുകാർ പെരുമാറിയതുപോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥയ്ക്കകത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകെ എന്ത് വ്യത്യാസമുള്ളത്? ഭരണം എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭയിലേക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമനിർമ്മാണം നിയമസഭയ്ക്കകത്തും ലോക്സഭ എന്ന് പറയുന്നതിനകത്തും നടക്കുന്നതാണ്. പക്ഷെ ഈ നിയമം കടന്നു വരേണ്ട ഒരു വഴിയുണ്ട്. ആ നിയമം കടന്നു വരുന്ന വഴി എന്ന് പറയുന്നത് ഈ മേല് കീഴുള്ള ഈ സംവിധാനമാണ്. അപ്പൊ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ രാജാവിനെ പെൻഷൻ കൊടുത്ത് മാറ്റിയായിരുന്നു. പക്ഷെ രാജാവിന്റെ ഉപകരണങ്ങളായിട്ടുള്ള വില്ലേജ് ഓഫീസോ തഹസീൽദാരുടെ ഓഫീസോ കളക്ടറേറ്റോ ഗവർണറോ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റോ അതുപോലെ പോലീസ് സ്റ്റേഷനോ അതുപോലെ കോടതിയോ അവസാനം ഇതെല്ലാം എൻഫോഴ്സ് ചെയ്യാനുള്ള പട്ടാളമോ, ഈ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും അല്പം പോലും മാറിയിട്ടില്ലെന്നുള്ളത് മാത്രമല്ല, ഈ നിയമനിർമ്മാണ സഭകളിൽ എടുക്കുന്ന ഏത് തീരുമാനവും ഇവരുടെ അംഗീകാരത്തോട് മാത്രമേ താഴോട്ടാണ് വരുന്നത്. ജനകീയമായ ഒരു സംവിധാനത്തിനകത്ത് ഡിക്ലെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ജനങ്ങളാണ് പരമാധികാരികളെന്നാണ്. പീപ്പിൾ ആർ ദ സുപ്രീം. പക്ഷെ നമുക്ക് ഒരു പാടുമില്ലാതെ സുപ്രീം കോടതി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇന്നും നമുക്ക് പറയാം അവിടെയാണ് തീരുമാനം എടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് അതിൻ്റെ തമാശ എന്ന് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആരെയും നമ്മൾ തെരഞ്ഞെടുത്തിട്ടൊന്നുമില്ല. ഇത് നാളെ വളരെ കൃത്യമായിട്ട് അറിയേണ്ടത്. ഒരു ഉദ്യോഗസ്ഥനെയും നമ്മൾ തെരഞ്ഞെടുത്തിട്ടില്ല. ഇനി അടുത്ത ഒരു 50 വർഷം നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലെന്ന് വെച്ചോ, അപ്പോഴും ഭരണം നടക്കും. അപ്പൊ ഭരണം നടക്കുമെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്? ഇതാണ് ചോദ്യം. ഭരണം നടക്കുന്നുണ്ടല്ലോ.
അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ അല്പം ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങള് തെരഞ്ഞെടുത്തവരെ തിരിച്ചു വിളിക്കാൻ അവകാശമാണെന്നൊക്കെ പറഞ്ഞൊക്കെ ആൾക്കാർ ഇപ്പൊ സംസാരിക്കും. എന്ന് പറഞ്ഞാൽ 5 കൊല്ലം ആകുന്നതിന് മുമ്പ് തിരിച്ചു വിളിക്കുന്നതിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വിളിക്കപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കാണുന്നില്ല. പക്ഷെ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും തിരിച്ചു വിളിക്കപ്പെടുന്നില്ല, അതിനകത്ത് ഇടപെടാനൊക്കത്തില്ല. അവർക്ക് ജനങ്ങളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അവരോട് തലയ്ക്ക് മേളിൽ അത് മാറി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭരണകൂടം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഭരണകൂടം എന്ന് പറയുന്നത് ദൈവം നൽകിയതുപോലെ തന്നെ എപ്പോഴും നിൽക്കുന്നു. അത് ഏറ്റവും രസകരമായിട്ട് ഈ ഒരു പ്രശ്നം ആളുകൾ കണ്ടിരുന്നില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതായിട്ട് പറയുമൊന്നുമല്ല. പക്ഷെ ഇത് മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം ഇംഗ്ലണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് സീരിയലാണ്. അതിന്റെ പേര് യെസ് പ്രൈം മിനിസ്റ്റർ എന്നാണ്. കാരണം പ്രൈം മിനിസ്റ്റർ പറയുമ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം ഓച്ഛാനിച്ച് യെസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയും. പക്ഷെ പ്രൈം മിനിസ്റ്റർ പറയുന്ന കാര്യം താഴോട്ട് തന്നെയാണ് പോട്ടത്. മേല് കീഴുള്ള സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ജനങ്ങളിൽ ഒരിക്കലും എത്തത്തില്ല. എത്തുമ്പോ പോലും ഈ ഇടനിലക്കിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കുറി എന്നാ പറയുന്നത്, കുറി അയച്ച് കറക്റ്റ് ചെയ്ത് ആദ്യം എന്ത് സ്പിരിറ്റിലാണോ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ കംപ്ലീറ്റ് ആന്തരികമായ എല്ലാ സ്പിരിറ്റും ചോർത്തിക്കളഞ്ഞിട്ടുള്ള ഒരു സാധനമായിട്ട് ഇത് അവസാനം എത്തും. ഇനി അങ്ങനെ അല്ലാത്തൊരു നിയമം അവിടെ ഇരിക്കുവാണെങ്കിൽ അത് അട്ടത്തിരിക്കുക എന്ന് പണ്ട് പറയുന്ന പോലെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അത് വർക്ക് ചെയ്യത്തേ ഇല്ല. അപ്പൊ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ അസാധാരണമായ നിയമങ്ങളൊക്കെ ഉണ്ട്. പാർലമെന്റ് പാസ്സാക്കിയതായിട്ടും സ്റ്റേറ്റുകളിലുള്ള നിയമസഭകളിൽ പാസ്സാക്കിയതായിട്ടും എല്ലാം നമ്മൾ കാണും. പക്ഷെ അതൊന്നും തന്നെ ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. ജനങ്ങൾ പഴയ പോലെയാണ് ജീവിക്കുകയാണ്. ആകെ വ്യത്യാസം എന്താ അനുഭവിക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് പകരം 1% ഇന്ത്യക്കാര് ഈ സ്ഥലങ്ങളിലല്ലായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യക്കാര് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് നമ്മുടെ അനുഭവം. ഇതാണ് ഈ അനുഭവമെങ്കിലും ബ്രിട്ടീഷ് രാജാവോ ഒക്കെ ആയിരുന്ന ആൾക്കാരുടെ കാലത്തേനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് കാണാം. കൊട്ടാരം കഴിഞ്ഞാൽ പിന്നെ കുടിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് കുറെ പ്രഭുക്കന്മാർക്ക് നല്ല വീടുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇന്ന് നമുക്ക് എല്ലാ ജനങ്ങൾക്കും നല്ല വീടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ജനാധിപത്യം കൊണ്ടുണ്ടായ ഒരു സാധനം. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അനുഭവം എന്നുള്ള നിലവാരത്തിൽ ഈ സ്ഥാപനം മാറി നിൽക്കുന്നതായിട്ട് തന്നെയാണുള്ളത്. എന്ന് പറഞ്ഞാൽ കോടതിയിലിരിക്കുന്ന ഏതെങ്കിലും മജിസ്ട്രേറ്റ് അറിഞ്ഞിട്ടില്ല, വില്ലേജ് ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അറിഞ്ഞിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സബ് ഇൻസ്പെക്ടർ അറിഞ്ഞിട്ടില്ല, സെക്രട്ടറിയിലിരിക്കുന്ന IAS-കാരോ IFS-കാരോ IPS-കാരോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ. അവർക്കാകെ അനുഭവം ഉള്ളത് എന്താണ്? IFS-കാരനും IAS-കാരനും IPS-കാരനും ഉണ്ടായിരിക്കുന്ന അനുഭവം എന്താണ്? ഇംഗ്ലണ്ടിൽ പോയി പരീക്ഷ എഴുതണ്ട, മറ്റേ ഈ പരീക്ഷകൾ മുഴുവൻ ഇംഗ്ലണ്ടിൽ എഴുതാനുള്ളതായിരുന്നു. അവിടുന്ന് അത് ഇന്ത്യയിൽ എഴുതാമെന്ന് പറയുന്ന സാധനമാണ് ആകെ സംഭവിച്ചിട്ടുള്ളത്. ബാക്കി മുഴുവൻ സിസ്റ്റവും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയോ രാജാക്കന്മാർക്ക് വേണ്ടിയോ എന്ന് പറഞ്ഞാൽ ലോക്കൽ രാജാക്കന്മാർക്ക് വേണ്ടിയോ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് നമ്മൾ ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ, കോടതി, സെക്രട്ടേറിയറ്റ്, വില്ലേജ് ഓഫീസ് തൊട്ട് കളക്ടറേറ്റ് വരെയുള്ള ഗവർണർ വരെയുള്ള സകല സാധനം. ആകപ്പാടെ ജനങ്ങളോട് 5 വർഷത്തിലൊരിക്കൽ അക്കൗണ്ടബിലിറ്റി അല്പം ഉത്തരം പറയണം, ഞങ്ങൾ ചെയ്തതിനകത്ത് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് തോപ്പിക്കാനൊക്കെ ജനങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നത് ഈ ഇലക്ഷന് ഈ രാഷ്ട്രീയക്കാരെന്ന് നമ്മൾ മഹാമോശമായ രാഷ്ട്രീയക്കാരെന്ന് നമ്മൾ പറയുന്നവര് അവരെ മാത്രമാണ് നമുക്ക് തോപ്പിക്കാനോ അക്കൗണ്ടബിൾ ആക്കാനോ ഉത്തരവാദിത്തപ്പെടുത്താനോ കഴിയുന്നത്. മറ്റീ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാര് തൊട്ട് വില്ലേജ് ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ വരെ
ഒരാൾക്കും ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അവർ പറയുന്നതിനെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് നോക്കേണ്ട കാര്യം പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ ജനകീയമായ ഒരു ഇന്ത്യ എന്ന് നമ്മൾ പറയുമ്പോൾ 1950 തൊട്ട് അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അനുഭവം ഇല്ല. കാര്യമുണ്ട്, അതിന് പറ്റുന്ന ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. എന്നാൽ പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ച് ഏത് പഞ്ചായത്ത്? കാപ്പ് പഞ്ചായത്ത് പണ്ടേ ഉള്ളതാണ്. അത് ജാതി സമ്പ്രദായം നിലനിർത്താൻ വേണ്ടി ഒരു നാട്ടിനകത്ത് ഏറ്റവും പ്രമുഖനായ ജാതിയുടെ തലപ്പത്തിരിക്കുന്നതിനായിരിക്കും അവിടുത്തെ മുഖ്യൻ. അയാള് തട്ടായിട്ട് അവിടെ ചെയ്തിരുന്നത്. അതിനകത്തൊന്നും സ്ത്രീകളെ തന്നെ ശിക്ഷിക്കാൻ അവിടെ കൊണ്ടുവരുന്ന അല്ലാതെ ഒരു റെപ്രസെന്റേഷനും അടങ്ങില്ല. ഇങ്ങനെ ഇരുന്ന കാപ്പ് പഞ്ചായത്ത് എന്നുള്ള വാക്ക് നമുക്ക് സത്യത്തിൽ അപകടമാണ്. ഇന്ത്യക്കാരുടേതാക്കാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചായത്ത് എന്ന് വിളിച്ചത്. പക്ഷെ അത് നമുക്കൊരു ആപത്ത് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ പഴയ കണ്ടന്റ് തന്നെയാണ് അതിനകത്ത് വീണ്ടും നിൽക്കുന്നതെന്ന് തോന്നുന്ന നിലവാരത്തിലാണ് സത്യത്തിൽ അത് വന്നത്. എന്നാലും ഈ വില്ലേജ് ഓഫീസ്, തഹസീൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ് ഇതിന് പകരം എന്നുള്ള കൺസെപ്റ്റിലാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ കണ്ടെത്തിയത്. ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയ സാധനമാണ്. അത് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ വന്നിരിക്കുന്ന സ്ഥലവുമാണ്. വാർഡ് മെമ്പറെ തൊട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ അവിടെ ഒരു സെക്രട്ടറി ഉണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി. അത് ആ വില്ലേജ് ഓഫീസിലിരിക്കുന്ന ആളിനെ പോലെ തന്നെയാണ്. അവരാണ് ഈ മറ്റൊരു 5 കൊല്ലം കൂടുമ്പം അവരെ നമുക്ക് മാറ്റാം. പക്ഷെ പഞ്ചായത്ത് സെക്രട്ടറി അവിടെ തന്നെ തുടരും. അതുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാത്തടത്ത് ഭരണം നടക്കുന്നതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനകീയമായ ഭരണത്തിന് പകരം നമ്മൾ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥ ഭരണത്തിനെയാണ് നമ്മൾ ജനകീയ ഭരണം എന്ന് പറഞ്ഞ് ഈ 75 വർഷമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമല്ല. ഞാൻ ഈ ആളുകൾക്ക് മനസ്സിലാകാൻ ഇത് പറയുമ്പോൾ അപ്പൊ ഇതൊക്കെ വേണ്ടേ എന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ പറയും. അത് കാളവണ്ടിയാണെന്ന് പറയാൻ മനസ്സിലാക്കേണ്ടത്. അത് രാജാവിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അറിയട്ടെ. അപ്പൊ ഇതിനെ എങ്ങനെ റീപ്ലേസ്? അത് തന്നെ, അതൊക്കെ അവിടോട്ട് വെടിവെക്കാതെ ഞാനിത് പറഞ്ഞു തീർക്കട്ടെ. ഈ കാളവണ്ടി നന്നാക്കി കാറാക്കാൻ കഴിയില്ല എന്ന് ഞാൻ വേറെ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ അറിയേണ്ടതാണ്. ഈ സംവിധാനങ്ങളെ നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഉദ്ദേശം തന്നെ ഭരണത്തിനാണ്, ജനങ്ങളെ ഭരിക്കാനുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന ആൾക്കാരും ഭരണക്കാരായി മാറുന്നത്. ഭരണത്തിലേറാനാണ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് നമ്മളും വിചാരിക്കുന്നത്. ജനകീയമായ ഒരു സംവിധാനത്തിനകത്ത് ഭരണമില്ല എന്നറിയണം. ഭരണമില്ല അറിയുമ്പോ പിന്നെന്താ ഉള്ളത്? അവിടെയാണ് സേവനം, സർവീസ് എന്നുള്ള വാക്കും ക്രമീകരണം, ഇതാണ് മനസ്സിലാക്കേണ്ടത്. അറേഞ്ച് ചെയ്യുന്ന, നമ്മൾ പിരിക്കുന്ന കാശ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് എന്ന് പറയുന്നത് അത് എങ്ങനെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് എങ്ങനെ പറ്റും എന്ന് ആലോചിക്കുന്ന സ്ഥലമാണ് നിയമസഭയും ലോക്സഭയും. സ്വത്ത് വേറെ എങ്ങൊന്നും വരുന്നില്ല. ഓരോ ആളും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്നതിന്റെ ഒരു പങ്ക് ആകെ കൊടുക്കുന്നത്, പണ്ട് രാജാവ് കൊട്ടാരം ഉണ്ടാക്കാനും അതിന് സ്വർണം പൂശാനും സ്വർണ്ണക്കസേരയിൽ ഇരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നതിന് പകരം അയാളെ കരുണ കൊണ്ട് അവിടെ ഇവിടെ തണൽ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു, ചുമട് താങ്ങി വെച്ചു എന്ന്, കുളം കുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വലിയ ജനകീയനാണ് എന്നുള്ള നിലവാരത്തിലൊക്കെ രാജാക്കന്മാരെ പറ്റി പറയും. അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഈ പിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ജീവിത നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ, റോഡ്, പാലങ്ങള്, ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ കൊണ്ടുണ്ടാകേണ്ട ആവശ്യങ്ങൾ, അതുകൊണ്ട് അത് ചെയ്യണ്ടേ. ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യാനാണ് നമ്മൾ ഈ നിയമസഭയും ലോക്സഭയും ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ വരുമ്പം സർവീസും ക്രമീകരണവും ഉള്ളൂ.
ക്രമീകരണം എന്നുള്ള വാക്ക് മലയാളികൾ പറഞ്ഞിട്ടേ ഇല്ല, ഭരണമാണ്. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷുകാർ അതിനൊരു ചെറിയ മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. റൂളിംഗ് അല്ല ഗവേണിംഗ് ആണെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഫങ്ഷണലി പ്രവർത്തനപരമായിട്ട് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ബ്രിട്ടീഷുകാർക്ക് പകരമോ രാജാവിന് പകരമോ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഭരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഈ ജനകീയ സംവിധാനം. അപ്പം ഉദ്യോഗസ്ഥ ഭരണത്തിനെ ജനകീയ ഭരണമാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് നമുക്ക് പറ്റിയത്. എന്നാൽ ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് ആളുകൾ ഇത് ആലോചിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ആളുകൾ ആലോചിച്ചിട്ടുണ്ട്, ഭരണഘടനാപരമായി അവരത് കാണുന്നുണ്ട്. കാരണം ഈ നിലനിൽക്കുന്ന സിസ്റ്റത്തിന് സമാന്തരമായി മറ്റൊരു സംവിധാനം ഉണ്ടാക്കി അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് മറ്റേതിനെ ഒഴിവാക്കേണ്ടതുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാനീ പറയുന്നത്. കഴിയാതെ പോയതിന്റെ കാരണം ഉദ്യോഗസ്ഥന്മാര് ഇതുവരെ ഉണ്ടായിരിക്കുന്ന നിയമസഭകളിലും ലോക്സഭയിലും ഉണ്ടാക്കിയ നിയമങ്ങളെ വെള്ളം ചേർത്ത് താഴെ എത്തിക്കുക എന്ന് പറയുന്നതും അത് നടപ്പാക്കാതിരിക്കുക എന്ന് പറയുന്നതും സൂത്രശാലിത്വത്തോടെ അത് തകർത്ത് കളയുക എന്ന് പറയുന്നതുമാണ് ചെയ്തിട്ടുള്ളത്. ഏത് നിയമം നമ്മൾ എടുത്ത് നോക്കിയാൽ നിയമത്തിനൊരു കുറവില്ലെന്ന് തോന്നുന്നു. എല്ലാ വർഷവും ഭയങ്കര നിയമങ്ങൾ വരും. പക്ഷെ ഒരു കാലത്തും നമ്മളിത് അനുഭവിക്കുന്നവരായി മാറാതിരിക്കുന്നത്, എന്നിട്ട് ആളുകൾ ഈ ജനകീയ ഭരണത്തിനേക്കാളും നല്ലത് രാജാവിന്റെ ഭരണമാണെന്നൊക്കെ പറയുന്നിടത്ത് എത്തിച്ചേരുന്നത് ഈ പ്രശ്നം കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഗ്രാമസഭകൾ ഉണ്ടാക്കി ആളുകളുടെ സജഷൻസ് സ്വീകരിക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ വാഹകരായ ആളുകളെ ക്ലാസ് റൂമിൽ നിർമ്മിക്കേണ്ടതുണ്ട്. ഇതുവരെ ഭരണഘടന വായിച്ചു തുടങ്ങിയിട്ടുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളെ പറ്റിയും അതിനകത്തെ കടമകളെ പറ്റിയും അതിനകത്ത് ചെയ്യേണ്ട പ്രവൃത്തികളെ പറ്റിയും യാതൊരു അറിവുമില്ലാത്ത ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ക്ലാസ് റൂം അങ്ങനെ തന്നെ തുടരുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ തുടരുകയാണെന്ന് ഞാൻ പറയുന്നത്? ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിക്കുമ്പോൾ ബ്രിട്ടനിലുള്ള മുഴുവൻ ആൾക്കാരും കൂടെ വിചാരിച്ചാലും ഇന്ത്യ ഭരിക്കാൻ പറ്റത്തില്ല, അത്രയും വലുതാ. അപ്പൊ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി, വലിയൊരു രാജ്യത്ത് ഒരു ഭരണ സംവിധാനം നിലനിർത്തണമെങ്കിൽ അവിടുത്തെ ജനതയുടെ സഹകരണം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരാരംഭിച്ചതാണ് സ്കൂള്. അതിനു മുമ്പ് അങ്ങനത്തെ ജാതിപരമായോ മതപരമായോ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. മദ്രസകള്, സെമിനാരികള്, ഗുരുകുലങ്ങള്, ഇതെല്ലാം പഴയ കാലഘട്ടത്തിന്റെ മൂല്യബോധം പഠിപ്പിക്കുന്ന, കർമ്മം അനുസരിച്ച് ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ലോകമേ ഉണ്ടായിരുന്നുള്ളൂ. ജാതി സമ്പ്രദായം മേലി കീഴിലുള്ള സിസ്റ്റമായിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസമായിരുന്നു സെമിനാരികളിലും മദ്രസകളിലും ഗുരുകുലങ്ങളിലും എല്ലാം കൊടുത്തിരുന്നത്. അപ്പൊ പണ്ട് കാലത്തെ യൂണിവേഴ്സിറ്റികളെ പറ്റി നളന്തയെ പറ്റിയൊക്കെ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് തോന്നും അവിടെ എന്തോ നാട്ടിലുള്ള ഭയങ്കര നോളജ് എല്ലാം പറഞ്ഞു കൊടുക്കുവന്നേ. അല്ലേ? ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെയും ഈ രാജഭരണത്തിന്റെ സിസ്റ്റമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ധർമ്മം അനുസരിച്ച് ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് മതപരമായിട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തെ രാജാവിന്റെ ആശയ സംഹിതയാണ് മതം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അനുസരണയും ആ അനുസരണയ്ക്ക് പറ്റുന്ന പ്രജകളെ ഉണ്ടാക്കുന്നതിന് നിസ്കാരവും നമസ്കാരവും എല്ലാം പഠിപ്പിക്കുന്നത്. വിനയത്തോടെ പെരുമാറാനൊക്കെ പഠിപ്പിക്കുന്നത് നമുക്ക് തോന്നുന്നു എന്തോ പരസ്പരം എന്നുള്ള വാക്കില്ല. വിനയമൊക്കെ അധികാരമുള്ളവരോട് കാണിക്കേണ്ടതാണ്, ബഹുമാനം അധികാരമുള്ളവരോട് കാണിക്കേണ്ടതാണ്. അയലത്തുകാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാല് നമ്മുടെ ആൾക്കാരാണെന്ന് വിചാരിക്കുന്ന അയലത്തുകാർ വരേ ഉള്ളു, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. ഇത് അറിയണം. ഒരു ഗോത്രത്തിനകത്തുള്ളവർ പരസ്പരം എന്നുള്ള പറയുന്ന വാക്ക് വരെയാണ് പരമാവധി വന്നിട്ടുള്ളത്. ഗുരുത്വത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിന് താഴെ ലഘുത്വമാണുള്ളത്, സമത്വമില്ല. ഇതുകൊണ്ടാണ് നമ്മൾ എന്താ പറയണ്ടേ, ഈ ബുദ്ധനോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കാലത്ത് ഉപദേശത്തിനകത്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഗുരുക്കന്മാര് തൊട്ട് നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് അറിയാവുന്ന രമണ മഹർഷിയോ അല്ലെങ്കിൽ നാരായണ ഗുരു ഒക്കെ എടുത്താലും ഗുരുക്കന്മാരുടെ സൈഡിൽ ആരും ഇരുന്ന് കാണുന്ന ഒരു ചിത്രം പോലും ഇതുവരെ നമ്മൾ വരച്ചിട്ടില്ലാത്ത ഒരു സമൂഹം കൂടാണ്. ഈ സമത്വം എന്ന് പറയുന്നത് അന്യമാണ് ഈ പഴയ മൂല്യബോധത്തിന്. അപ്പൊ മതത്തിനകത്ത് വലിയ മൂല്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ
അവര് രണ്ട് സാധനമാണ് പഠിക്കുന്നത്. ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന യുക്തിയും മോക്ഷം, അല്ലെന്നുണ്ടെങ്കിൽ നിർവ്വാണം, ഏത് പഠിപ്പിച്ചാലും ജീവിതം ദുഃഖമാണ്, ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള വഴി പഠിപ്പിക്കുന്നതാണ് അവരുടെ ഒരു മൂല്യം. രണ്ടാമത്തെ മൂല്യം എന്ന് പറഞ്ഞാൽ മേല് കീഴുള്ള മൂല്യബോധമാണ്. മേപ്പോട്ട് ബഹുമാനവും താഴോട്ട് പുച്ഛവും എന്ന് പറയുന്നത്. തട്ട് ഉള്ള അല്ലെങ്കിൽ ഏണിപ്പടി പോലെയുള്ള മൂല്യബോധത്തിനെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരു കാലത്തും നമ്മൾ ഈ പറഞ്ഞ ഗുരുക്കന്മാരിൽ നിന്ന് സമത്വപരമായിട്ടുള്ള ആശയങ്ങൾ, നിങ്ങൾ അയലത്തുള്ളവരെ സ്നേഹിക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ ഈ അവർക്ക് അറിയുന്ന ആളുകൾ വരെയാണ് അവരുടെ അയലുള്ളത്. പ്രാക്ടിക്കലി അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് വരത്തില്ല. സകലരും എന്ന് പറഞ്ഞാൽ ലോകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കണ്ണിനകത്ത് കാണുന്ന അത്രയും ദൂരമാണ് അവർക്ക് ലോകം. അതിനപ്പുറത്തോട്ട് ലോകവുമില്ല. കാണപ്പെടുന്നതെന്നാണ് ലോകം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അപ്പം അത്രയും ദൂരം വരെ ഉള്ളു. അപ്പൊ ഈ പഴയകാല മൂല്യബോധം അവര് മൂല്യം പഠിപ്പിച്ചു, മനുഷ്യന് മൂല്യബോധം പഠിപ്പിച്ചു കൊടുത്തത് മതമാണെന്ന് ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വെറുതെ നോക്കിയാൽ മതി, ഏതെങ്കിലും പള്ളിക്കകത്ത്, അത് മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും, ഏതെങ്കിലും ക്ഷേത്രത്തിനകത്ത് സമത്വപരമായ പ്രയോഗത്തിലുള്ള എവിടെയുണ്ട്? ബുദ്ധനെ പറ്റി പറയുന്ന സമയത്ത് അതിനകത്ത് എന്തോ സമത്വമുള്ള പോലെ നമുക്ക് തോന്നും. വെറുതെ നോക്കിയാൽ മതി, ആ ശ്രീലങ്കയിലും മയന്മാരിലും ഒക്കെ ഇപ്പൊ ബുദ്ധമത സന്യാസികളാണ്, മൊണാസ്ട്രികൾ തന്നെയാണ്, അവിടെ മേല് കീഴ് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഈ ഹിമാചലിൽ പോയിട്ട് ടിബറ്റിൽ നിന്ന് വന്ന മൊണാസ്ട്രി സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ ജീവിച്ചിട്ടുണ്ട്. 5 കൊല്ലത്തോളം ഞാൻ ജീവിച്ചിട്ടുണ്ട്. അവിടെ ലാമയുണ്ട്. ആദ്യം ദലൈലാമ, അയാൾക്ക് പകരം വേറൊരാളില്ല. അയാൾ ചത്തിട്ട് അയാൾ തന്നെ ജനിക്കുന്നു എന്നുള്ള സങ്കല്പമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നിരന്തരം ഒരൊറ്റ ദലൈലാമയെ ലോകത്തുള്ളൂ. അയാള് ചത്തിട്ട് അയാളുടെ ആത്മാവ് പോയി വേറൊരു ശരീരത്തിൽ കയറുന്നുള്ള കഥയാണുള്ളത്. അങ്ങനെ പോയിട്ട് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് മറ്റേ ലാമേ, അത് കഴിഞ്ഞിട്ടുള്ള പഞ്ചൻ ലാമയുണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ ഹെയറാർക്കിക്കലായ ലാമ സിസ്റ്റമാണ്. ലാമയാകുന്നത് വരെ എല്ലാവരും മരിച്ചാൽ അവിടെ പോയി ജനിക്കും. ഇവർ പോയി കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ലാമ എന്നോട് പറഞ്ഞ്, മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല കഴിഞ്ഞ ജന്മം എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ ഞാനെങ്കിൽ ചിരിച്ചുപോയി. ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെല്ലാം ശരിയായ എന്റെ കാര്യത്തിൽ ഒരു തെറ്റ് പറ്റിയെന്നാണ്. അയാളൊരു സത്യസന്ധനായ പാവം പിടിച്ച ലാമയാണ്. അയാൾ പറയുന്നത്, എന്നെ കൊണ്ടുപോയി ഞാൻ കഴിഞ്ഞ ജന്മം ജീവിച്ചിരുന്നിടമൊക്കെ ഇവർ കാണിച്ച് എനിക്കൊന്നും ഓർമ്മ വന്നില്ല എന്ന് അയാൾ വളരെ സത്യസന്ധമായി പറഞ്ഞു. അപ്പം നമുക്കിത് കാണാൻ പറ്റും. ഈ പണ്ട് രാജാക്കന്മാര് വംശാവലി എഴുതി രാജവംശത്തിൽ പെടുന്നവർക്ക് മാത്രം അധികാരം പോകണമെന്ന് പറയുന്ന അതേ സിസ്റ്റമാണ് ഈ ബുദ്ധമതത്തിനകത്ത് ലാവാ സിസ്റ്റം ഉണ്ടാക്കിയത്. ശങ്കരാചാര്യരൊക്കെ ഇങ്ങനെയാണ്, കുട്ടിക്കാലത്തെ കണ്ടുപിടിച്ച് കൊണ്ടുപോകും, പിന്നെ രക്ഷയില്ല അവർക്ക്. അപ്പം നമ്മൾ ഈ പറയുന്ന മൂല്യബോധം എന്ന് പറഞ്ഞ മതത്തിനകത്തൂടെ പഠിപ്പിക്കുന്ന മൂല്യബോധം എന്ന് പറയുന്നത് ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടുന്ന യുക്തിയാണ് ഒന്ന്. 2, മേല് കീഴുണ്ടാകുന്ന ഉച്ചനീചത്വം പഠിപ്പിക്കുന്ന മൂല്യബോധമാണ് അതിനുള്ളത്. അതിനൊരു റിവിഷനൊക്കെ വരുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് പുതിയ നിയമം എന്ന് പറഞ്ഞ് യേശുക്രിസ്തു പറയുകയൊക്കെ ചെയ്യുന്നത്. പാവം പിടിച്ച യേശുക്രിസ്തു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ രാജാതിരാജനായി വിരാജിക്കാൻ മാത്രമാണ് പിന്നെ അദ്ദേഹത്തിന്. അത് കുടിലി ജനിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. രാജാതിരാജനായി പോവുക എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബിയാണെന്നെങ്കിൽ ഭരണാധികാരിയും പ്രവാചകനും ഒരാളായി. അതോടെ പിന്നെ അത് മാറ്റി എടുക്കേണ്ട കാര്യം വന്നില്ല. ഈ ആശയങ്ങൾ മേല് കീഴുള്ള മൂല്യബോധ നിർമ്മാണത്തിനുണ്ടാക്കിയതാണ് ഈ പറയുന്ന മുഴുവൻ സാധനങ്ങൾ. ഇതിൽ നിന്നും അടിസ്ഥാനപരമായി വ്യത്യാസപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുത്ത പ്രതിനിധി, നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് വരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അവരെല്ലാവരും പോയിരിക്കുന്നത് ഈ പറയുന്ന മേല് കീഴുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നമ്മൾ തെരഞ്ഞെടുത്ത വിദ്വാനാണെങ്കിൽ അവിടെ കാണാൻ ചെല്ലാൻ പറ്റത്തില്ല. കാരണം രാജാവിന്റെ സ്ഥലത്താണ് ഇരിക്കുന്നത്, രാജാവിന്റെ കൊട്ടാരത്തിലാണ് അയാൾ ഇരിക്കുന്നത്, അയാൾ താമസിക്കുന്നത് അവിടെയാണ്. രാജാവിന്റെ കസേര കയറിയിരിക്കുന്നത്, രാജാവ് സിംഹാസനം ഉണ്ടാക്കിയിരിക്കുന്നതിനാണ്, മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കാനാണ്. അപ്പൊ വലിയ മുറി, വലിയ കസേര, വലിയ മേശ, ഈ സാധനത്തിനകത്തിരുന്നിട്ട് സമത്വപരമായി പെരുമാറാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്.
നമ്മൾ മനസ്സിലാക്കാനുള്ളത്. പണ്ടൊക്കെ ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പം ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞാല് അഴിമതി ഇല്ലാത്ത ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നെന്ന്. അന്നാ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, സംശുദ്ധ ഭരണം എന്നാണ്. സംശുദ്ധ ഭരണം. അങ്ങനെയാണ് ഗാന്ധിയന്മാരെല്ലാം ഇങ്ങനെ എന്താണ് മുണ്ടൊക്കെ കൊടുക്കാതെ വളരെ ഇതായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരെ തെരഞ്ഞെടുത്ത് അവിടെ വിട്ടാൽ അവര് 90% പോകത്തില്ല. കാരണം അവർക്കറിയാം അവിടെ പോയിരുന്ന ഇത് ശരിയാകത്തില്ലെന്ന്. ഗാന്ധി തന്നെ അതിനകത്ത് സൂത്രശാലിയായിരുന്നു. ഗാന്ധി ഒരിക്കലും അധികാരത്തിലോട്ട് പോകത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ മഹത്വം പോകുന്ന നന്നായിട്ട് തിരിച്ചറിയാവുന്ന ആളായിരുന്നു. കാരണം തീരുമാനം എടുക്കേണ്ടി വരും, ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണം. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് മേല് കീഴിലുള്ള മൂല്യബോധത്തിനകത്ത് തീരുമാനമേ വരുള്ളൂ. ഇതുകൊണ്ടാണ് സമാന്തരമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാതെ ഇത് ഒരു ഇന്ത്യക്കാരുടെ പ്രശ്നമായിട്ടോ കേരളത്തുകാരുടെ പ്രശ്നമായിട്ടല്ല ഞാനിത് പറയുന്നത്, മനുഷ്യരുടെ പ്രശ്നമാണ്. ലോകത്തെവിടെയും ജനാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഭരണഘടനകൾ ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ മുഴുവനും ഇന്നും ഇംഗ്ലണ്ടിനകത്ത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് ഇന്നും ഇപ്പോഴും അവിടെ ടൂറിസ്റ്റുകൾക്ക് കാണാനായിട്ട് ഒരു രാജാവിനെ അവിടെ എപ്പോഴും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തമാശ എന്ന് പറയുന്നത്. അമേരിക്കയിലാണെങ്കിൽ 4 വർഷം രാജാതിരാജനെ പോലുള്ള പ്രസിഡന്റാണ് ഉണ്ടാകുന്നത്. ഒരു സ്ഥലത്തും നമുക്ക് ഈ പറയുന്ന എക്സർസൈസിന് അതിനാകെ ശ്രമിച്ച ഒരു സ്ഥലമാണ് ചിലപ്പം ഇന്ത്യ. ഈ പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയും. പക്ഷെ അത് നോക്കുകുത്തിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ പഞ്ചായത്തുകള് ജനകീയമാക്കി എടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചെങ്കിലും വില്ലേജ് ഓഫീസും തഹസീൽദാർ ഓഫീസും കളക്ടറേറ്റും അത് പിരിച്ചുവിടത്തക്കവണ്ണം മറ്റത് വിലപ്പെടേണ്ടതാണ്. പിരിച്ചുവിടണം, അല്ലാതെ അവിടെ വെച്ച് സമാന്തരമായി വെച്ചുകൂടാ. ഇതിപ്പം അധികാര പരിധി എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ പറഞ്ഞിട്ട് ഇത് 2 നിൽക്കുകയാണ്. ഒരു വശത്ത് ആളുകളെ തെരഞ്ഞെടുക്കാനുള്ള അല്പം അക്കൗണ്ടബിലിറ്റി എങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എക്സ്പെർട്ട് നോളജ് ഉള്ള ഉദ്യോഗസ്ഥരെ ആവശ്യമാണ്, സംശയമൊന്നുമില്ല. തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ എക്സ്പെർട്ട് നോളജ് ഉണ്ടാകത്തില്ലെന്ന് എനിക്കും അറിയാം. അപ്പൊ എക്സ്പെർട്ട് നോളജ് ഉള്ള ആളിനെ റേറ്റ് ചെയ്യേണ്ടതുണ്ട്. മിനിമം ഊബർ ഡ്രൈവർക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് പോലെങ്കിലും റേറ്റിംഗ് കൊടുക്കുന്നത് വഴിയാണ് അവരുടെ വരുമാനത്തിനകത്ത് ഇൻക്രിമെന്റ് കൊടുക്കേണ്ടത്. അല്ലാതെ സ്ഥാനക്കയറ്റം മേപ്പോട്ട് കൊടുക്കുന്ന യുക്തി ആവശ്യമേ ഇല്ല ജനകീയമായ ഒരു സംവിധാനത്തിനകത്ത്. ഒരാളുടെ ജോലിക്കകത്ത് അയാളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അയാൾ നന്നായി സേവനം നൽകുന്നുണ്ടെങ്കിൽ അതിനാണ്. അപ്പൊ സേവനവും ക്രമീകരണവുമാണ് ജനകീയമായ പ്രസ്ഥാനത്തിന് ആവശ്യമെന്ന് മനസ്സിലാക്കി അതിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ പഞ്ചായത്ത് ആരംഭിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതിന്റെ സ്പിരിറ്റിൽ തന്നെ അത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു പണി. അടുത്ത പണി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനും കോടതിയുമാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ പോലീസ് സ്റ്റേഷനല്ല നമുക്ക് വേണ്ടത്, അത് രാജാവിന്റെ കിങ്കരന്മാര് താഴോട്ട് ഭരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണത്. കോടതി എങ്ങനെയാണ് രാജാവിന്റെ അടുത്ത് ഈ കേസ് എത്തിച്ചേരാതെ വഴിയിലിട്ട് തടയിട്ട് പിടിക്കാൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ മജിസ്ട്രേറ്റ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്ന് പറയുന്ന മേലുകീഴുള്ള ഈ സ്ഥാപനം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ആദ്യത്തെ സ്ഥലത്തെടുക്കുന്ന തീരുമാനം പോലും തീരുമാനം തന്നെ അവസാനം 2 പേർക്കും നീതിപരമായി ഒരു വിധിയുണ്ടോ? ഒന്നുമില്ല. 25, 30, 40 വർഷം കഴിഞ്ഞിട്ട് ജസ്റ്റിസ് ഡിലേഡ് ഈസ് ഡിനൈഡ് എന്ന് പറയുന്നത് അറിയുന്ന ആളുകൾ തന്നെ മുഴുവൻ കേസും മാറ്റിവെച്ച്, കാരണം ഈ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് വേണം ഈ വക്കീൽ നിൽക്കാൻ. ഈ വക്കീലന്മാരും മജിസ്ട്രേറ്റുമാരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാടിനകത്താണ് കേസ് മാറ്റിവെച്ച് ഒരു 25 വർഷത്തിന് ശേഷം ഒരു വിധി വരുമ്പം ആർക്കും പ്രയോജനമില്ലാത്ത ഒരു സാധനമായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ജനകീയമായ ഒരു പ്രവർത്തനമാണെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് 2 സമാന്തരമായി പഞ്ചായത്ത് എങ്ങനെ ഉണ്ടാക്കിയതുപോലെ പോലീസ് സ്റ്റേഷന് പകരവും ഈ കോടതിക്ക് പകരവും പഞ്ചായത്തിന്റെ നിലവാരത്തിൽ 2 സംവിധാനം രൂപപ്പെടുത്തുന്നുണ്ട്. ഈ പോലീസ് നന്നാക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈത്രി പോലീസൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അതങ്ങനെ നന്നാക്കാനൊക്കത്തില്ല. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് വടി, വാള്,
വെട്ടുകത്തി, തോക്ക്, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. എന്തിനാ കൊടുക്കുന്നത്? ഇത് വെച്ചിട്ട് പൗരന്മാരെ സഹായിക്കാൻ പറ്റുമോ? പൗരന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവരെ ആദ്യം പഠിപ്പിക്കുന്നത് തന്നെ ഒരാളെയും ട്രസ്റ്റ് ചെയ്യരുതെന്നാണ്. സംശയത്തോടെ നോക്കണം, ഇതാണ് പഠിപ്പിക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ സുതാര്യമായ ഭരണം എന്നുള്ള വാക്കൊക്കെ ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. ഇപ്പോഴും നമുക്ക് ഇവിടെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഒക്കെ ഉണ്ട്, നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഉണ്ട്. ഇത് മുഴുവൻ എന്തിനാണെന്ന് ചോദിച്ചാൽ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന സാധനത്തിന് രാജാവിന് ആവശ്യമുണ്ട്. ഇതൊക്കെ നമുക്കെന്താവശ്യം? ഇതാണ് പ്രശ്നമായിട്ട് മാറിയത്. അപ്പൊ ഇതിന് സമാന്തരമായി രണ്ട് സ്ഥാപനങ്ങളാണ് നമ്മൾക്ക് അതിന്റെ ഒരു ഫോർമേഷൻ പോലെ ഉണ്ടാക്കി നോക്കേണ്ടതാണ്. ലോകത്തുള്ളതല്ല, എവിടെന്നെങ്കിലും കടമെടുത്ത് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള വിചാരത്തിലല്ല ഞാനത് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് പൗരസഹായി എന്ന് പേരിടുന്ന ഒരു കേന്ദ്രം ഉണ്ടാകും പോലീസ് സ്റ്റേഷന് പകരം. അത് ഞാൻ എന്തുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ നന്നാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ശ്രമിച്ചതാണ് മൈത്രി പോലീസ് എന്ന് പറയുന്നത്. പോലീസ് എന്ന് പറയുന്നത് ആളുകളെ ഭരിക്കാൻ ഉണ്ടാക്കിയ സാധനത്തിനെ അവരെ സഹായിക്കാനായിട്ട് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് പൗരസഹായം എന്ന് പറയുന്ന, പൗരസഹായി എന്നും പൗരസഹായ കേന്ദ്രം എന്ന് പറയുന്ന പഞ്ചായത്തിനോട് ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം രൂപപ്പെടുത്തണം. ആൾക്കാർക്ക് കടന്നു വരാൻ പേടിക്കാതെ, ഒരു വക്കീലില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോകരുതെന്ന് ആൾക്കാർ പറയും. അല്ലെങ്കിൽ ഒരാളെയെങ്കിലും കൂടെ പിടിച്ചുകൊണ്ട് വേണം നീ പോകാനെന്ന് പറയും. കാരണം ഭയപ്പെടേണ്ട സ്ഥലമായിട്ടാണ് ഇന്നും നമുക്ക് അനുഭവിക്കാനൊക്കത്തുള്ളൂ. പോലീസുകാർ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് പകരം ഉണ്ടാക്കേണ്ടത്. നമ്മുടെ രണ്ടുപേര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനകത്ത്, വഴക്കിനകത്ത് ഇടനിലയ്ക്ക് ആള് വേണം, സംസാരിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറയുന്ന മേഖലയെങ്കിലും അഡ്രസ് ചെയ്യപ്പെടുന്നത്. അടുത്തതെന്ന് പറയുന്നത് തർക്കപരിഹാര കേന്ദ്രം ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ കോടതിയിലെല്ലാം നമ്മളെ അയൽ തർക്കവും സകല സാധനവും ഈ കോടതി കൊണ്ടുപോയി കൊടുത്തിട്ട് 25 വർഷം അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാശ് മുഴുവൻ ഈ വക്കീലിനും മജിസ്ട്രേറ്റിനും ഒക്കെ കൈക്കൂലി കൊടുക്കുന്നിടത്ത് മാത്രമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇതിന് പകരം തർക്ക പരിഹാര കേന്ദ്രവും ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് പഞ്ചായത്തിന്റെ മുൻപിൽ, പഞ്ചായത്തിലൂടെ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അവിടെ നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആർക്കെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകണ്ടെന്ന് പറയേണ്ട കാര്യമില്ല, കോടതി പോകണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ ആൾട്ടർനേറ്റീവ് ആയ ഒരു സാധനം ഡെവലപ്പ് ചെയ്താൽ അതിന്റെ ഫോർമാറ്റ്, അതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നമുക്ക് സംസാരിക്കേണ്ടതാണ്. അത് മറ്റുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് തന്നെ ഉണ്ടാക്കുക. കാരണം ലോകത്ത് ഉള്ളതല്ല മുഴുവനും ഇപ്പൊ ഞാൻ തന്നെ ഇരുന്ന് പറഞ്ഞ, ഞാൻ പരമാവധി ആദ്യകാലത്ത് ഉണ്ടാക്കുന്ന കാറ് പോലെയോ ആദ്യകാലത്ത് ഉണ്ടാക്കിയ ഫോണ് പോലെയോ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. ആ ഉണ്ടാക്കുന്നതിനെ വീണ്ടും വീണ്ടും അതിന്റെ പ്രയോഗ പ്രവർത്തനത്തിനകത്ത് നവീകരിക്കുക എന്ന പ്രവൃത്തി ഇന്ന് നമ്മുടെ സ്മാർട്ട് ഫോൺ ആക്കി മാറ്റിയതുപോലെ, ഇന്ന് നമ്മൾ കാണുന്ന പറക്കുന്ന ഡ്രോൺ പോലെ വരെ എത്തിച്ചേർന്നിരിക്കുന്ന കാറ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്ന പോലെ ഇത് സംവിധാനത്തിനെ അടിസ്ഥാനപരമായി മാറ്റിയെടുക്കേണ്ടതുണ്ട്. ജനകീയമായിട്ടുള്ള പൗരസഹായ കേന്ദ്രവും തർക്കപരിഹാര കേന്ദ്രവും ഈ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തും വികസിപ്പിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ടൂളാണ്, ഉപകരണമാണ്. ഇത് വികസിപ്പിക്കാതെ നമ്മൾ വിചാരിക്കുന്ന ജനകീയമായ അനുഭവപരമായ ഒരു ക്രമീകരണ വ്യവസ്ഥ ഉണ്ടാകത്തില്ല. ഇതുകൊണ്ടാണ് ആൾക്കാര് ഇപ്പോഴും ഈ മണ്ടന്മാരായ രാജാക്കന്മാരെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാൻ നോക്കുന്നത്. എന്നിട്ട് അവര് ഭരിച്ചാൽ നേരെയാകും, ഭരണം അവര് ഭരിച്ചാൽ നേരെയാകും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഭരണമാണില്ലാത്തത് ജനായത്വത്തിനകത്ത്, ക്രമീകരണവും സേവനവുമാണ്. അതിന് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ വെറുതെ നോക്കിയാൽ മതി. അക്ഷയ കേന്ദ്രം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പൊക്കെ തന്നെ നേരിട്ട് നമ്മുടെ ഫോണിനകത്തൂടെ തെരഞ്ഞെടുക്കുന്നിടത്ത് എത്തിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന നിയമസഭയും രാജ്യസഭയും ഒക്കെ അവിടെ ഉണ്ടാക്കി പഴയകാല റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാക്കേണ്ട ആവശ്യം പോലും സത്യത്തിലില്ല. ഒരു എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിച്ച് ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ നിലപാടുകളും കാര്യങ്ങളും എല്ലാവർക്കും ചർച്ച ചെയ്യാവുന്ന കാലത്താണ് ഇന്നുള്ളത്. ഇപ്പൊ നമ്മള് ഈ സ്റ്റാർ സിംഗറിനൊക്കെ വോട്ട് ചെയ്യുന്നത് പോലെ വോട്ട് ചെയ്യാൻ പറ്റും ഏത് നിയമത്തിനെയും
വായിച്ച് മനസ്സിലാക്കി ആളുകൾക്ക് മുഴുവനും നേരിട്ട് ഇടപെടാൻ പറ്റുന്ന കാലമാണെന്ന്. നമ്മൾ ഇന്ന് ഈ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഈ എലക്ട് ചെയ്ത ആളുകളെല്ലാരും കൂടെ അവിടെ പോയി നമ്മളെല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, ഒന്നിച്ച് മിണ്ടാൻ പറ്റുന്ന കാലമാണെന്ന്. അതൊക്കെ നമ്മൾ ഇതുപോലെ അറിയണം. അപ്പൊ ഈ മേഖലയൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഈ മേഖലയെ പറ്റി പറയാനുമാണ് പഞ്ചായത്തിൽ ഒരു ദിനം. അത് പഞ്ചായത്തിൽ ഒരു ദിനം എന്നുള്ളതല്ല, പഞ്ചായത്തിൽ ഒരു ദിനം ഒന്നിച്ച് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് എഴുതിയ സമയത്ത് ഒരു പഞ്ചായത്തിൽ ഒരു ദിനം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിൽ ഒരു ദിനം ഒന്നിച്ച് എന്ന് പറയുന്ന ആളുകളുമായി ഇതിന്റെ പ്രാഥമികമായ ചർച്ചയ്ക്കകത്തൂടെ തന്നെ അത് രൂപപ്പെടുത്തി എടുക്കേണ്ടത്. അതാണ് ജൂലൈ മാസത്തില് ഇത് ആരംഭിക്കുക എന്ന് പറയുന്നത്. ഏത് ജില്ലയിലാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഞാനും എൻ്റെ കൂട്ടുകാരനായ പോൾസനും അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നവരും കൂടെ ചേർന്ന് ഒരു ദിവസം അവിടെ ചെലവഴിക്കുക എന്ന് പറയുന്നത് സ്പിരിറ്റാണ്. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൾക്കാർ ഇരിക്കുമോ എന്നൊക്കെ എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാവരും കൂടെ ഞാൻ പറയുന്നത് കേൾക്കാനിരിക്കാനല്ല, പരസ്പരം സംവദിക്കാൻ അവരവരുടെ സമയമുള്ളപ്പോൾ അവര് നമ്മുടെ അടുത്ത് കാണാൻ വന്നവര് ഞാൻ അവൈലബിൾ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ മാത്രമേ അതിനകത്തുള്ളൂ. അത് ഉച്ചതിരിഞ്ഞ് സ്ത്രീയും പുരുഷനും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരും ഒന്നിച്ചിരുന്ന ഒരിക്കലും അവർ രണ്ടുപേരും കൂടെ ഒരുപോലെ കാര്യങ്ങൾ പറയത്തില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ വേണമെങ്കിൽ ഉച്ചതിരിഞ്ഞിട്ട് സ്ത്രീകൾക്ക് കാണാൻ വരാൻ പറ്റുന്ന നിലവാരത്തിൽ ആലോചിക്കുക, കുട്ടികൾക്ക് വരാൻ പറ്റുന്ന സമയങ്ങൾ ആലോചിക്കുക. അതേപോലെ വൈകുന്നേരം ഞാൻ ഈ 3 വിഷയത്തിലാണ് പ്രധാനമായി സംസാരിക്കുന്നത്. എന്താണ് ജീവിതം, പണ്ട് തൊട്ട് രക്ഷപ്പെടാൻ പഠിപ്പിച്ചിരുന്ന യുക്തികളല്ലാതെ ജീവിതം എന്താണെന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കുടുംബം എന്ന് പറയുന്നത് ആളുകൾ പണ്ടേ പെർമനന്റ് ആയിട്ട് പണ്ടേ കുടുംബം ഉണ്ടായിരുന്നു എന്നുള്ള വ്യവഹാരത്തിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് കുടുംബം എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ജനകീയമായിട്ടുള്ള ഈ സംവിധാനത്തിനെ പറ്റി സൂക്ഷ്മമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ 3 വിഷയമായിരിക്കും പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കാനായിട്ട്. ഞാൻ സംസാരിക്കുന്ന പറഞ്ഞാൽ പ്രഭാഷണമല്ല, പരസ്പര സംവാദങ്ങളിലൂടെ ഇന്ററാക്ഷനകത്തൂടെ പുതിയ കാര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുകയും ആ റെക്കോർഡ് ചെയ്തത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരു പൊതുബോധം എന്താണ് ജനാധിപത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ജനകീയമായ സംവിധാനത്തിന് എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുകയും സ്കൂളുകൾ എന്നൊക്കെ പറയുന്ന നമ്മൾ ഈ പറയുന്ന കുട്ടികളെ ജോലിക്ക് വേണ്ടി പഠിപ്പിക്കുന്നതിന് പകരം പൗരബോധമുള്ളവരും അവര് ആ പൗരബോധമുള്ളവർക്ക് പ്രയോജനകരമായി ജീവിക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണ് മറ്റൊന്ന്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന പഞ്ചായത്തിൽ ഒരു ദിനം ഒന്നിച്ച് എന്ന് പറയുന്നത് ജൂലൈയിൽ ആരംഭിക്കാനാണ്. അത് ഏത് ജില്ലയിലാണോ ഏറ്റവും കൂടുതൽ പഞ്ചായത്തിൽ നിന്ന് പറയുമ്പോൾ അവിടുത്തെ ഒഫീഷ്യൽ പഞ്ചായത്തിൽ നിന്നല്ല, പഞ്ചായത്ത് പ്രദേശത്ത് നിന്ന് ആരെങ്കിലും ക്ഷണിക്കുന്ന വഴി അവിടെ വന്ന് നമുക്ക് ഈ തരത്തിലുള്ള സമയം ചെലവഴിച്ച് ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ജനകീയമായ സംവിധാനത്തിന് അതിനനുസരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രസ്ഥാനങ്ങൾ ആവശ്യമാണ് എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഞാൻ പറയുന്നതെന്ന് സംവാദ രൂപത്തിൽ പരസ്പരം സംസാരിച്ച് കണ്ടെത്തുക, പുതിയ രീതിയിൽ അത് എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളത് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ മനുഷ്യാവകാശം എന്ന് പറയുന്ന മൂല്യബോധം മനുഷ്യരെ വികസിപ്പിക്കാൻ പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ആണ് വികസിപ്പിക്കുന്നത്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കണ്ടിട്ടാണ് മനുഷ്യാവകാശം എന്ന് അവർ കണ്ടുപിടിക്കാൻ ബാധ്യത വന്നത്. അത് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോബ്ലം ആണെന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യാവകാശം എന്ന് പൗരാവകാശത്തിൽ നിന്ന് മാറി മനുഷ്യാവകാശം പറയാൻ ബാധ്യത വന്നത് ഇത് പ്രവർത്തനത്തിന് ഈ രാജാവിന്റെ ഉപകരണങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ആൾക്കാർ അത് മനസ്സിലാക്കാനായിട്ട് തോക്ക് എനിക്കും തനിക്കും തന്ന് അത് നന്നായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ലോകത്ത് നല്ല വെടിയില്ല എന്നറിയണം. വെടി ആര് വെച്ചാലും മറ്റൊരു ചാവും. അയലത്തുകാരനെ സ്നേഹിക്കാനായിട്ട് ഈ നിലനിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും വില്ലേജ് ഓഫീസ് തൊട്ട് കളക്ടറേറ്റ് വരെയോ സെക്രട്ടേറിയറ്റ് വരെയോ
പോലീസ് സ്റ്റേഷനിന് വരെയോ മിലിറ്ററിയോ കോടതിയോ ഒന്നും തന്നെയും ഉപയോഗപ്പെടത്തില്ല. കാര്യം അതെല്ലാം തോക്കിന് സമാനമാണ്. ആളുകളെ നിയന്ത്രിക്കാനും കീഴ്പ്പെടുത്താനും ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതെടുത്ത് ജനകീയമായി ഉപയോഗിക്കാൻ പറ്റത്തില്ല. തോക്ക് പോലെ ആര് വെടിവെച്ചാലും അപ്പുറത്തിരിക്കുന്നവൻ ചത്തുപോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുത്ത എല്ലാ ആൾക്കാരും അവിടെ പോയിരുന്ന് വെടിവെക്കുമ്പോൾ നമ്മളെല്ലാം ചത്തുപോകുന്നത്. ലിറ്ററലി ചത്തുപോകുന്നത്, ലിറ്ററലി വെടിവെക്കുന്നത്. അതുകൊണ്ട് ഭരണമാണ് മോശം. ഭരണത്തിന് പകരം ക്രമീകരണവും സേവനവുമാണ് വേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള സംവിധാനവും ഉണ്ടാക്കിയേ പറ്റൂ. അപ്പം ജനങ്ങളെ സേവിക്കാൻ തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കണ്ടെത്തുക എന്ന് പറയുന്ന പ്രവൃത്തിയിലാണ് ഞാൻ ഈ പഞ്ചായത്തിൽ ഒരു ദിനം ഒന്നിച്ച് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അത് കണ്ടെത്തുക എന്നുള്ളതാണ്. UN ഹ്യൂമൻ റൈറ്റ്സ് പോലും ഈ പറഞ്ഞ ഓരോ രാജ്യത്തെയും ജനങ്ങളുടെ മനുഷ്യാവകാശത്തെ ഓർമ്മിപ്പിക്കാൻ കൂടി ഉള്ളതാണല്ലോ അല്ലേ? അല്ല, മനുഷ്യാവകാശം എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? പൗരാവകാശം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതങ്ങനെ വന്നത് ഭരണകൂടങ്ങൾ ജനവിരുദ്ധമായി മാറുന്നു എന്ന് അവർ കണ്ടെത്തിയിട്ടാണ് അത് പറഞ്ഞത്. അതങ്ങനെ പറഞ്ഞത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അപ്പോഴും ആ UN ഇരിക്കുന്നവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവരത് എന്താണ് പ്രത്യേകം പറയാൻ ബാധ്യത വന്നത്. രണ്ട് കാര്യങ്ങളിൽ നിർബന്ധിത ട്രെയിനിങ് വേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന് വിദ്യാഭ്യാസത്തിലൂടെയുള്ള ട്രെയിനിങ് കുട്ടികൾക്ക്, അത് മൈത്രേയൻ പറഞ്ഞു, അല്ല എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. രണ്ട്, ഉദ്യോഗാർത്ഥികൾക്ക് നിർബന്ധിത ട്രെയിനിങ് വേണം എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട് അല്ലേ? അതെ, എല്ലാ സ്ഥലത്തും വേണം. അവര് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് യോഗ്യരല്ലെന്നുണ്ടെങ്കിൽ അവരെ മാറ്റേണ്ടതുണ്ട്. അല്ല പെർമനന്റ് ആയിട്ട് ജോലി കൊടുത്തൂടാ. അവിടെയാണ് ഞാൻ പറഞ്ഞ റേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. സേവനം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, യൂബറാണ് അതിന്റെ നമ്മുടെ നല്ല തെളിവാണത്. അവർ പറയല്ലേ സാറേ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണേ. അപ്പൊ അവര് നന്നായി പെരുമാറാൻ അത് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഓഫീസർ ഒരിക്കലെങ്കിലും ആരുടെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നെ ഒന്ന് റേറ്റ് ചെയ്യണമെന്ന്? ഒരു അധ്യാപകനെ റേറ്റ് ചെയ്യുന്നില്ലെന്നുള്ള കാര്യവും നമ്മൾ അറിയണം. കുട്ടികളാണല്ല എന്നും തോക്കുന്നത്. അവര് പഠിപ്പിച്ച കുട്ടികൾ തോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അധ്യാപകരെ റേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർമാരുടെ പേര് കോമ്പൻസേഷൻ കേസ് മാത്രമേ ഉള്ളൂ, റേറ്റിംഗ് ഇല്ല. ഇതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനകീയമായ ഇടപെടലുകൾക്കുള്ള സാധ്യതയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ഇന്നിപ്പോ ഈ ഫോണിനകത്തൊക്കെ നമുക്ക് എന്തെല്ലാം സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും. മറഞ്ഞിരുന്ന് വോട്ട് ചെയ്യാനായിട്ട് പറയുന്നത് എന്താ? പേടിച്ചിട്ട് നേരിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് അറിയുന്നതുകൊണ്ടാണല്ലോ നമ്മള് ഈ വോട്ടിംഗ് സിസ്റ്റം നമ്മൾ ഇതാക്കിയത്, പ്രൈവറ്റ് ആക്കി മാറ്റുന്നത്. ആരും കാണാതെ വോട്ട് ചെയ്യാനായിട്ട്. കാരണം അവരുടെ അഭിപ്രായം പറയാൻ നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥ അനുവദിക്കത്തില്ല എന്ന്, അതിന് അപകടം ഉണ്ടാകുമെന്ന് തോന്നിയിട്ടാണല്ലോ അത് ചെയ്തത്. ഇതേ സാധനം നമുക്ക് എല്ലാത്തിനകത്തും റേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ റേറ്റിംഗ് കിട്ടെങ്കിൽ മാത്രമേ അവരുടെ ശമ്പള വർധന ഉണ്ടാകാവൂ എന്ന് വന്നാൽ അപ്പൊ അക്കൗണ്ടബിളായി മാറും ഉദ്യോഗസ്ഥർ. ഇതൊക്കെയാണ് പറയാനുള്ളത്, ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഈ ശമ്പള വർധനന്റെ കാര്യം വളരെ പ്രാക്ടിക്കലായി തോന്നുമ്പോഴും ഒരാളുടെ ജോലിയുടെ സ്ഥിരത നഷ്ടപ്പെടും എന്ന് പറയുന്നത്, ഒരാളെ പിരിച്ചുവിടുകയാണെങ്കിൽ ഒരാളുടെ ജോലിയിൽ അത് ഈ രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ ബാധകമാണല്ലോ. രാഷ്ട്രീയക്കാർക്ക് ബാധകമല്ലേ? അപ്പൊ പിന്നെ ഉദ്യോഗസ്ഥർക്ക് മാത്രം സ്ഥിരത എന്തുവാണ്? മര്യാദ ഇല്ലാതെ ജീവിക്കുന്നതിനുള്ള സ്ഥിരത മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കൈക്കൂലി ഉള്ളതിനെ ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്താൽ എന്താ? വേറൊരു ജനതയുടെ വേലയിലോട്ട് കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത്. അത് ശിക്ഷയാകുന്നത് എങ്ങനെയാ? അത് തന്നെ ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചതാ. എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളുമായി ബന്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ട്രാൻസ്ഫർ ഉണ്ടാക്കിയത്. ബന്ധം വേണം, ജനകീയമായ ക്രമീകരണത്തിൽ ബന്ധം വേണം. വളരെ ട്രാൻസ്ഫറേ പാടില്ല. ചില ഉദ്യോഗസ്ഥന്മാര് വൈരാഗ്യത്തോടു കൂടിയൊക്കെ പല ആളുകളോട് ഇത്തരം സേവനത്തിന് വേണ്ടി സമീപിക്കുന്നവരോട് പെരുമാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പോലീസുകാരെ ട്രാൻസ്ഫർ ചെയ്യുക, ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുക, ഇതൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്തത്. ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർ ഇന്ത്യക്കാരുമായിട്ട് കൊല്ലിയൂടി ചെയ്യരുത്, തമ്മിൽ ബന്ധം ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ് എന്താണ് ഗവൺമെന്റ് സർവൻസിന് രാഷ്ട്രീയം പാടില്ല എന്ന്. ജനകീയമായിട്ടുള്ള സ്ഥലത്ത് രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്ന കാര്യം എന്താ? ഇതൊക്കെ നമ്മൾ അഴിച്ചു പണിയേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആരെയും ഭരിക്കാനല്ല ജനകീയ വ്യവസ്ഥ ഉണ്ടാക്കിയത്. നേരത്തെ പറഞ്ഞല്ലേ, അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ്. സ്കൂള്, ഹോസ്പിറ്റല്, വിദ്യാഭ്യാസ മേഖലകള്, റോഡ്, പാലം,
ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനാണ് നമ്മൾ ഈ ക്രമീകരണം എന്ന് പറയുന്നത്, ഭരണം എന്നല്ല പറയുന്നത്. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ മേഖല മുഴുവൻ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ മേഖല ചർച്ച ചെയ്ത് അതിന് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിന് സംവിധാനങ്ങൾ വേണം, അല്ലാതെ നമുക്ക് പറ്റത്തില്ല. കാറ് വരുമ്പോൾ കാളവണ്ടി അപ്രത്യക്ഷമാകുന്ന പോലെ പഞ്ചായത്ത് നന്നായിട്ട് വികസിച്ചാൽ ഈ വില്ലേജ് ഓഫീസ് തൊട്ട് സെക്രട്ടേറിയറ്റ് തൊട്ട് ഈ പോലീസ് സ്റ്റേഷൻ തൊട്ട് എല്ലാം അപ്രത്യക്ഷമാണ്, കോടതിയൊക്കെ അപ്രത്യക്ഷമാണ്. സമാന്തരമായി ജനകീയമായിട്ടുള്ള സംവിധാനം രൂപപ്പെടുത്താതിരിക്കുന്നതുകൊണ്ടാണ് ഈ പഴഞ്ചൻ സാധനം അവിടെ തുടരുകയും അവര് ഭരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരവസ്ഥയാണ് നമുക്ക്! ഒരു പ്രയോജനമില്ലാത്ത ഇലക്ഷനാണ് നടക്കുന്നത്. കാരണം ഭരണം മാറത്തില്ല, തലപ്പത്തിരിക്കുന്ന ആള് മാത്രമേ മാറത്തുള്ളൂ. അവരെത്ര മാറിയാലും ഭരണം മാറത്തില്ല. രണ്ടുപേരും ഒരുപോലാണ്. അങ്ങനെയാണെന്ന് ഏത് രാഷ്ട്രീയക്കാരനും ഒരുപോലാണെന്ന് നമ്മൾ പറയത്തില്ലേ? കാരണം അനുഭവത്തിൽ ഇല്ല. ഇതാ പ്രശ്നം. വലിയ പോളിസികളെ പോലും ഇപ്പൊ ഇവിടുത്തെ ഭൂപരിഷ്കരണമൊക്കെയാണ് അല്പമെങ്കിലും മനുഷ്യരെ തൊട്ടത്. പക്ഷെ ബാക്കി ഡെയിലിയുള്ള അനുഭവം എന്ന് പറയുന്നത് കീഴടങ്ങിയ മനുഷ്യരുടെ ലോകം തന്നെയാണ്. തുല്യത കൈവരിക്കാൻ താഴത്ത് നിന്ന് മുകളിലോട്ടാണ് ഒഴുകേണ്ടത് അല്ലേ, അല്ലെങ്കിൽ മുകളിലോട്ടാണ് നയിക്കേണ്ടത്. അതെ, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതല്ലേ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ കാണുമ്പോൾ എണ്ണീറ്റ് നിൽക്കേണ്ടി വരുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ്. ഞാൻ തന്നെ ചന്തയ്ക്ക് പറഞ്ഞു വിട്ടാൽ താൻ സാധനം മേടിച്ചോണ്ട് വരുന്നത് അയാളെ MLA ഫണ്ട് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. താൻ സാധനം മേടിച്ച് തിരിച്ചു വരുമ്പോ തന്റെ കയ്യിലിരിക്കുന്ന സാധനം തന്റേതായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് തമാശ. അങ്ങനെ സംഭവിക്കാവോ? എല്ലാവരും എഴുതി വയ്ക്കുകയല്ലേ MLA ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ കേന്ദ്രത്തിന്റെ ഫണ്ടെന്നാണ് പറയുന്നത്. കേന്ദ്രത്തിന്റെ അച്ഛന്റെ ഫണ്ടാണോ അത്? അല്ല, കേന്ദ്രത്തിന്റെ ഫണ്ടെന്നുള്ള കേന്ദ്രത്തിന്റെ അച്ഛന്റെ ഫണ്ടാണ്. അയാൾക്ക് കേന്ദ്രം എന്ന് പറയുന്നതിന് എന്തോ ഈ കേന്ദ്രം യൂണിയൻ ഗവൺമെന്റ് ആണുള്ളത്, മേലുകീഴുള്ളതല്ല. സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ പിരിച്ചുവിടാനായിട്ട് ഒരു കേന്ദ്രം എന്തൊരു അസംബന്ധമാണ്. ജനങ്ങൾ സുപ്രീമാണെന്ന് പറയുകയും നമ്മൾ തെരഞ്ഞെടുത്തവരെ പിരിച്ചുവിടാനായിട്ട് അതിന് മേളിൽ വേറെ ആളിരിക്കുക. എന്ത് ജനകീയ സാധനമാണിത്? എന്നിട്ട് 75 വർഷമായിട്ട് ജനകീയ ഭരണം നടന്നിട്ട് എന്തായി എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ഈ ചോദ്യത്തിനെയാണ് അഡ്രസ് ചെയ്യുന്നത്.